പ്രതീക്ഷയില്ലാത്തപ്പോഴും ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നിടത്താണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഇതാണ് നമ്മളെങ്ങനെയെന്നറിയാമോ? നമ്മൾ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് നിരാശയിലേക്ക് പോയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ അതിൽ തന്നെ അങ്ങോട്ട് കിടക്കുക. നമ്മുടെ നൊമ്പരങ്ങളും നമ്മുടെ വിഷമവും നമ്മളെ വേദനിപ്പിച്ച അനുഭവങ്ങളും നമുക്കുണ്ടായ സങ്കടങ്ങളും നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളും ഇതേക്കുറിച്ച് നിരന്തരം ആലോചിച്ചും സങ്കടപ്പെട്ട് സംഭവിക്കുന്നില്ല. അതിൻ്റെ ഭാരം വർദ്ധിക്കുള്ളൂ, കുറയാനൊന്നും പോകുന്നില്ല. നമ്മളെങ്ങനെയെന്നറിയാമോ? ആ സമയത്ത് ദൈവത്തിൽ നിന്ന് കൂടുതലായിട്ട് അങ്ങോട്ട് അകലോ ചെയ്യുന്നത്. പലരും വെച്ചാൽ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ സംഭവിച്ചു, ഇപ്പോൾ പ്രാർത്ഥന അങ്ങോട്ട് നിർത്തി. പലരും പറയുന്നൊരു അതിനുള്ള പരിഹാരം പറയുന്ന പ്രാർത്ഥന നിർത്തുന്നത് ഏതെങ്കിലും പ്രശ്നത്തിലുള്ള ഒരു പരിഹാരമാണോ? ഒന്നുമല്ല. നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ആർക്കും സഹായിക്കാൻ പറ്റില്ല, ആർക്കും നമ്മുടെ ജീവിതത്തെ കൈപിടിച്ച് ഉയർത്താൻ പറ്റാത്തൊരു അനുഭവത്തിൽ നിൽക്കുമ്പോൾ ആകെയുള്ള കച്ചിത്തുരുമ്പെന്ന് പറയുന്നത് ദൈവമാണ്, പ്രാർത്ഥനയാണ്. അതുപോലെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ ആരക്ഷിക്കുന്നത് പറയുന്നത്, പിന്നെ അവൻ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പറയുന്നത്. ഇതാണ് അനേകരെടുക്കുന്ന ഒരു സ്റ്റാൻഡ്. കാരണം ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഏക പ്രതീക്ഷ ദൈവമായിരിക്കെ, പ്രത്യാശ ദൈവത്തിൻ്റെ സ്നേഹമായിരിക്കെ, അവൻ്റെ കരുതലും കരുണയുമായിരിക്കെ, അതുകൂടി ഉപേക്ഷിക്കപ്പെടുന്ന ഒരു ജീവിതത്തിൻ്റെ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എങ്ങനെ മുന്നോട്ട് പോകും?